ഹലോ ഗായ്സ്, നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ ക്രാഫ്റ്റുകളെല്ലാം പരിചയപ്പെടുത്താനാണ്. എൻ്റെ ഫസ്റ്റ് ക്രാഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗായ്സ്, എൻ്റെ ഫസ്റ്റത്തെ ക്രാഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതേരാ ഒരു മൈൻക്രാഫ്റ്റ്. എനിക്ക് ക്ലേ കിട്ടിയപ്പോൾ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ചെറിയൊരു മോഡൽ ഉണ്ടാക്കിയതാ. ക്രീപ്പറിൻ്റെ കാലൊക്കെ ഇളകിപ്പോയിട്ട് ഞാൻ വേറെ ക്ലേ വെച്ച് ഒട്ടിച്ചതാണ്. അത് കാണണേ, ഇത് പാത്തുണ്ടാക്കിയതാണ് കേട്ടോ. ഈ സ്ലൈം പിന്നെ പെയിൻ്റൊക്കെ അടിച്ചത് അവൾ തന്നെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്രാഫ്റ്റിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, മൂന്നാമത്തെ ക്രാഫ്റ്റാണ് ഇതേനാ ഈ തോക്ക്. ഈ തോക്ക് ഐസ് ക്രിസ്റ്റിക്ക് വെച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഇതാണ് ആ തോക്ക്. ഇതെങ്ങനെ ലോഡ് ചെയ്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ റബ്ബർ ബാൻഡ് ഇല്ലേ, അത് ഇതിൻ്റെ തുമ്പത്തെ ഈ കോർത്ത സാധനത്തുമേ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഇടണം. നേരെ ഇവിടെ ഐസ് ക്രിസ്റ്റിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നിൽക്കുമ്പോൾ അത് പോകും. നോക്കിക്കോ, ഇങ്ങനെ പിടിക്കുക. ഇതേ ഞാൻ ട്രിഗർ വെക്കാം. ട്രിഗർ വെക്കാൻ പോവാ. കണ്ട ഗായ്സ്, റബ്ബർ ബാൻഡ് തെറിച്ച് പോയത്. അപ്പോൾ ഗായ്സ്, ഇതാണ് ആ തോക്ക്. ഞാനിനി കാണിക്കാൻ പോകുന്നത് ഈ സാധനം വെച്ചൊക്കെ തന്നെ ഒരു ക്രാഫ്റ്റുമയാണ്. ഇതേരാ ഈ ഐസ് ക്രിസ്റ്റിക്ക് വെച്ച് ഇവളുണ്ടാക്കിയതാണ് ഈ ക്രാഫ്റ്റ്. ഇതേ നല്ല രസമല്ലേ? അപ്പം നമുക്കിനി അടുത്ത ക്രാഫ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഇത് ഞാൻ ഉണ്ടാക്കിയത് വെള്ളം വരുന്ന മാരത്തെ ഒരു ടാപ്പിന് പകരമായിട്ട് ഉണ്ടാക്കിയതാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ മൂടി ഒന്ന് ലൂസാക്കുമ്പോൾ വെള്ളം ഇങ്ങനെ തെറിച്ച് വരും. അതിൽ നമുക്ക് കൈയൊക്കെ കഴുകാട്ടോ ഗായ്സ്. അതെ, അപ്പോൾ ഇത് ക്ലോസ് ചെയ്താൽ ഇത് അടഞ്ഞു പോകും, വെള്ളം നിൽക്കുകയും ചെയ്യും. ഇത് എങ്ങനെ വർക്ക് ആവണമെന്ന് വെച്ചാൽ ഇത് തുറക്കുമ്പോൾ എയർ പ്രഷർ ഉള്ളിലേക്ക് പോകണേ. അപ്പോൾ ഈ വെള്ളത്തിനെ എയർ പുഷ് ചെയ്യണേ. അപ്പോൾ ഇത് പുറത്തേക്ക് വരും. പിന്നെ ഇത് അടയ്ക്കുമ്പോൾ എയർ അവിടെ തങ്ങിക്കും. എന്ന് വെച്ചാൽ എയർ അധികം അകത്ത് കയറാനുള്ള, അതുകൊണ്ട് ഇത് നിൽക്കണേ. അപ്പോൾ ഗായ്സ്, ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ക്രാഫ്റ്റ് ഞാൻ ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ഗായ്സ്, അടുത്ത ക്രാഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ നേരെ ഗായ്സ് ഒരു വീഡിയോ ഗെയിമാ. നിങ്ങളുടെ ഒന്നേ കാണിച്ചു തരാവേ. നേരെ ഗായ്സ്, ഞാൻ ഈ പെൻസിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ പെൻസിലുണ്ട്. ഇതേനാ ഞാൻ ഈ സാധനം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോക്കിയേ, ഈ സാധനം ഇതേ നമ്മൾ ഈ പച്ചയൊന്ന് തട്ടാണ്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഇതിനെ ഇച്ചിരി ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഇത് തിരിച്ച് റിവേഴ്സ് എടുക്കണമെങ്കിൽ ഇവിടെ ഈ ഇങ്ങനെ പെൻസിൽ ആ സൈഡിലേക്ക് അങ്ങനെ കറക്കിയാൽ മതി. ഇതാണ് ഗായ്സ് എൻ്റെ വീഡിയോ ഗെയിം. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ ഇത് മേക്കിംഗ് പ്രോസസ്സ് ഇടാം. അപ്പോൾ നമുക്ക് അടുത്ത ക്രാഫ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, അടുത്ത ക്രാഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു മൈൻക്രാഫ്റ്റ് ചെസ്റ്റ് ആണ്. എൻ്റെ ഫസ്റ്റ് ട്രയൽ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാണ് ചെസ്റ്റ്. ഇങ്ങനെ തുറക്കാതെ ഉള്ളിൽ അത്യാവശ്യം നല്ല ഐറ്റംസ് ഒക്കെ കൊള്ളും. ഇതാണ് എൻ്റെ ചെസ്റ്റ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്തേക്ക് പോകാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗോലി മെയ്സ് ആണ്. വെട്ടത്തിൽ കൊണ്ട് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തേക്ക് കിടക്കുന്ന ഗോലിയില്ലേ, ഈ ഗോലി ഈ ഹോളിലൊന്നും വീഴാണ്ട് ഇവിടേക്ക് ഈ ഹോളിൽ കൊണ്ടിടണം. അതാണ് നമ്മുടെ ടാസ്ക്. ഞാനിപ്പോൾ ഒരോട്ടെ കളിച്ച് കാണിച്ചു തരാം. എന്നിട്ട് ഈ ഡോറിൽ കൂടെ പോയി ഈ വഴി ഇങ്ങനെ കയറണം. ഇതൊരു സിമ്പിൾ മെയ്സാണ്. ഇങ്ങനത്തെ ഉണ്ടാക്കാൻ സിമ്പിളാണ്. നിങ്ങളുടെ ഇമാജിനേഷൻ യൂസ് ചെയ്ത് ഉണ്ടാക്കാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി മെയ്സാണ്. ഇത് പാത്തുണ്ടാക്കിയതാ. ഞാൻ കാണിച്ചു തരാം. അവൾ എന്നെ ഇത് പറഞ്ഞ് കാണിച്ചു തരും. അപ്പോൾ ഗായ്സ്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. നമുക്ക് ചെയ്ത് നോക്കാം. ചില സമയത്തൊക്കെ ഇത് ഭയങ്കര ഹാർഡായിരിക്കും. അതായത് ഞാൻ ഇതിലും സിമ്പിളായിട്ട് കളിക്കാൻ വേണ്ടി ഒരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയണം എന്താ ട്രിക്കുന്നത്? നോക്ക്, ഇപ്പോൾ ഇത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കണേ, ഇതൊന്ന് പതുക്കെ ഒന്ന് മുകളിലേക്കാക്കിയാൽ മതി. അവിടേക്ക് എത്തി. പിന്നെ ഇതേമാതിരി നമുക്ക് ഇങ്ങനെ ചാടിച്ച് ഇങ്ങനെ ജയിക്കാം. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച ചെറിയ സീക്രട്ട് വഴി. ഇനി നമുക്ക് അടുത്ത ക്രാഫ്റ്റിലേക്ക് പോകാം. വിടുക. അടുത്ത ക്രാഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിത്തെ ഒഫെൻഡറാണ്. ഇത് നമ്മൾ എൻഡറാകനെ കൊല്ലാൻ വേണ്ടി പോണ നേരത്ത് ഇത് നമ്മൾ എറിഞ്ഞാൽ അത് അവിടെ ഫ്ലോട്ട് ചെയ്യും. നമുക്ക് ഡയറക്ഷൻ പറഞ്ഞു തരും. ഇനി അടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ ഞാൻ റൊണാൾഡോയുടെ ഫാനാണ് ഗായ്സ്. റൊണാൾഡോയുടെ ഒരു ജേഴ്സി ഇതവർ പഞ്ഞൊക്കെ നിറച്ച് ഇങ്ങനെ ആക്കിയതാ. ജേഴ്സി പേപ്പറിൽ കട്ട് ചെയ്ത് സുഷി ആയിട്ടുണ്ട് നല്ലത്. പിന്നെ
ഇതാണ് മൈൻക്രാഫ്റ്റ് ഹെൽമെറ്റ്. ഡയമണ്ട് ഹെൽമെറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് മറ്റേ കേക്കിന്റെ ബോർഡ് വെച്ചുണ്ടാക്കിയതാ. പിന്നെ അടുത്തതാണ് ഞാൻ പണ്ട് ഉണ്ടാക്കിയതാ ഗൈസ്. മറ്റേ സ്വിച്ചില് പണ്ട് ഉണ്ടാക്കിയതാ. ഇതിപ്പോ കിട്ടിയപ്പോ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ കരുതി ഇത് എടുത്തിട്ട് വന്നേ. ബാക്കിലെ ബെൻറ്റന്റെ ഒക്കെ സാധനം ഒട്ടിച്ചിട്ടുണ്ട്. ബെൻറ്റൻ എന്ന് പറഞ്ഞപ്പോഴാണ് അടുത്തത് ഞാൻ ഉണ്ടാക്കിയത് ബെൻറ്റന്റെ ഒരു വാച്ചായിരുന്നു. ഇത് ഇങ്ങനെ ഓംനിട്രിക്സ് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പൊക്കി തിരിക്കുക. ഇതാ പിന്നെ ഇതിങ്ങനെ അമുക്കുകയും ചെയ്യാം. ഇതാണ് ബെൻറ്റന്റെ വാച്ച്. പിന്നെ ഇതാണ് സ്റ്റിക്കി പിസ്റ്റൽ. മൈൻക്രാഫ്റ്റിലത്തെ സ്റ്റിക്കി പിസ്റ്റൽ എന്ന് അതിനെ പറയാം. ഇവിടെ സ്റ്റിക്കി ആയിട്ടുള്ള സ്റ്റിക്കി പിസ്റ്റൽ ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഒരു സ്പൈഡർമാൻ്റെ മാസ്ക് ആണ്. ഇതിപ്പോ എനിക്ക് പാകാവാന്ന് അറിയില്ല. അതേനെ ഗൈസ്, ഇത് ഞാൻ റീൽസിലൊക്കെ ഇടുമ്പോൾ ഇതൊക്കെ എടുക്കാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്തത് ഒബീറ്റോ നറൂട്ടോ സീരീസിലെ ഒബീറ്റോയുടെ മാസ്ക് ആണ്. ഗൈസ്, ഞാൻ ഒബീറ്റോയുടെ മാസ്കും ഇട്ട് ഒരു പാർക്കൂർ വീഡിയോ എടുത്തിട്ടുണ്ടായി. അതൊക്കെ നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നത്. അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കിയത് സ്റ്റീവിന്റെ മാസ്ക് ആണ് ഗൈസ്. അത് മൈൻക്രാഫ്റ്റ് സ്റ്റീവിന്റെ. ഇത് ഞാനിപ്പോ ഇട്ട് കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സ്റ്റീവിന്റെ മാസ്ക്. ഇത് വെച്ച് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തല്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നതാണ് ആ മാസ്ക്. നല്ല രസമില്ലേ ഗൈസ്? അപ്പൊ ഗൈസ്, ഇനി അടുത്തത് എന്താണെന്ന് കാണിച്ചു തരാം. ഇടുക. അടുത്തത് മൈൻക്രാഫ്റ്റ്. ഇത് തന്നെ ഒരു തേനീച്ചയാണ്. ഇവിടെ ഞാൻ നൂല് കിട്ടിയിട്ട് ഇതിങ്ങനെ പറക്കണ വഴിയാക്കി. ഇതൊരു പെട്ടിയിട്ട് ഇപ്പൊ ഞാൻ A4 ഒക്കെ വെച്ചുണ്ടാക്കിയതാ. ആ കണ്ണ് ഞാൻ പെയിന്റ് അടിച്ചതാ. കാലിൽ ഞാൻ കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ചു. എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ അല്ലേ? ഞാൻ അടുത്ത് കാണിക്കാം. അടുത്തതാണ് ക്രാഫ്റ്റിംഗ് ടേബിള്. ഇതും ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായി. ഇവിടെ സ്റ്റിക്ക് വെച്ച് ഇവിടെ 2 ഡയമണ്ട് വെച്ച് സ്വാഡാക്കുന്നത്. ആ സ്വാഡ് ഇപ്പൊ കാണാണ്ടായി. അത് ഞാൻ കണ്ടുപിടിച്ചിട്ട് വേറൊരു വീഡിയോ ഇടാം. ഇതിനകത്ത് ക്രാഫ്റ്റിംഗ് ടേബിള് നിങ്ങൾക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വണ്ണാണ് മൈൻക്രാഫ്റ്റിന്റെ ടോർച്ച്. ഇത് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കത്തിച്ചു തരാം. അപ്പൊ ഗായ്സ്, ഇതാണ് മൈൻക്രാഫ്റ്റ് ടോർച്ച്. ലൈറ്റ് അപ്പൊ ഗായ്സ് ഞാൻ ഓണാൻ പോവാ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എന്റെ ലാസ്റ്റത്തെ ക്രാഫ്റ്റ് ആണിത്, മൈൻക്രാഫ്റ്റ് ടോർച്ച്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാ ഞാൻ ഇതിന്റെ അകത്ത് LED നിറച്ചു. വൈറ്റ് LED നോക്കിയേ, കണ്ട വൈറ്റ് LED നിറച്ചിട്ട് ഞാൻ ഇത് ഇങ്ങനെ അകത്ത് കയറ്റി ഈ കോർണർ വെട്ടാണ്ട് ബാക്കിയെല്ലാം വെട്ടി ഒരു മഞ്ഞ പേപ്പർ കവർ ചെയ്തു. അപ്പൊ ഇതിടുമ്പോ മഞ്ഞ കളർ ആകുന്നു. അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ് ഇനി ഇതേമാതിരത്തെ കുറേ കണ്ടൻസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഇടാം. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.